അങ്ങോട്ട് പോകാം. ഫോൺ എടുത്തോന്ന് എടുത്തോളാം. ബാഗ് വേണ്ടേ? തന്നെ അങ്ങനെ പോണ്ട കേട്ടോ, അമ്മ വരും. പോട്ടെ, അലക്കാൻ പോണം. ശരിക്കും കുറവാണ്. നാരായണി, ഞാൻ പോവാണേ. ഇന്നും അതേ സ്ഥലത്ത് തന്നെ പണി. അരുണ വന്നിറങ്ങിയിട്ട് അങ്ങോട്ട് പോയി. ഇന്നലത്തെ അതേ സമയം.
ഇന്നലെ മെയിനായിട്ട് കട്ടിങ് ആയിരുന്നു. പൊടിയോട് പൊടി. ബംഗാളികൾ പണി തുടങ്ങി 8 മണിക്ക്. നമുക്ക് 8:30 ആകുമ്പോൾ തുടങ്ങിയാൽ മതി. എക്സാം ആണോ? ഞാൻ അറിഞ്ഞില്ല, ഇന്നായിരുന്നു അറിഞ്ഞില്ല. എൻ്റെ കൊച്ചിൻ്റെ പഠിത്തം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് അവള് ഇതുവരെ പോയില്ലേന്ന്. ഇവരെന്നല്ല പറഞ്ഞേ, ഗ്രാമർ നോക്കണം. ഗ്രാമർ ഒരു വസ്തു, ജീവനില്ലാത്ത വസ്തുവാണ് ഇത്. അതെന്നാ മതി മാറി, സാരമില്ല. സ്കൂൾ ബസ്സിൽ വന്നാ മതി. സ്കൂൾ ബസ് എവിടെ നിർത്തിയേ? ആണല്ലോ. അപ്പൊ ഇതല്ലേ നല്ല ഈ വെയിലത്ത്. അതൊക്കെ പോട്ടെ. ഇന്നെന്നായിരുന്നു വിഷയം? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ പ്രാവശ്യവും കുഴപ്പമില്ലെന്നായിരുന്നല്ലോ പറഞ്ഞേ. അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല. സത്യസന്ധമായിട്ട് പറയാൻ എങ്ങനെ ഉണ്ടായിരുന്നു? നാളെ എന്തുവാ? നാളെ എന്തുവാ? ഹിന്ദി. നാളെ അല്ല, നാളെ ഇല്ല, കുറച്ച് 2 ദിവസം കഴിഞ്ഞ്. നാളെ ക്ലാസ് ഉണ്ടോ? അപ്പം അത് ചിലപ്പോഴേ ഗ്രൂപ്പ് ഇടുവമ്മേ. ഞാനാണ് അത് തീരുമാനിക്കുന്നേ. ഗ്രൂപ്പിലിടുവോ? പഴയ പോലെ ഒന്നുമല്ലോ, ഗ്രൂപ്പിലിടും. ശ്യാമമ്മ വൈകിക്ക് പോകും. എല്ലാം എടുത്തല്ലോ? എടുത്തേ. വരാം, ഞാൻ അവിടെ ഓക്കെ. നാളെ വരാം കേട്ടോ. എടി മനുഷ്യന്റെ കാര്യമല്ലേ. ശ്യാമമ്മ സ്ഥിരം പറയുന്ന ഡയലോഗാണേ. കണ്ടോ, 2 ദിവസം ചുരിദാർ ഇട്ടപ്പം പിന്നെ ചുരിദാർ ഇടാനുള്ള ഒരു ആ കോൺഫിഡൻസ് കൂടിയത് കണ്ടോ. അതാണ് ചൂടാണ്, അതാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്നവൻ. അവനെ അവിടെ കിടത്തിയാൽ മതിയെന്നാണ് അവൻ്റെ അപ്പം പറഞ്ഞത്. അമ്മ അത് ഇവിടെ അടുത്ത് ആ കോഴിയെ ഓടിക്കാൻ വേണ്ടി ആ അടുക്കളയിലോട്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? എല്ലായിടത്തും മാറ്റിയത് ആ സാധനത്തിന്റെ അടിയിൽ തന്നെ അവന് അതിന്റെ മണ്ട കിടക്കുകയും ചെയ്യും. ഇവിടെ തന്നെ ആക്കിയാൽ മതി. കോഴിയൊന്നും ഇങ്ങോട്ട് വരത്തില്ല. കോഴി വരണ്ട, കോഴിയൊക്കെ വരുന്നുണ്ട്, വന്ന് തിന്നോണ്ടും പോകുന്നുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച കാണാം. ഓക്കെ, അവിട്ടേക്ക്. പോക്കോ
ശാമ്പുവെ വിളിച്ചോണ്ട് വരണം. കിടന്ന് ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ചൂടല്ലേ. വരാണി എന്നൊരു കണ്ണൊക്കെ ഒരുമാതിരി എന്താ പറയുന്നത്. എടുത്ത് അല്ല നോക്കുമ്പോഴേ ചെറുതയോ ചെറുതയോ വെള്ളം കര പ്ലീസ് പ്ലീസ് അതെ ചേച്ചി കുറച്ച് നേരത്തെ വന്നായിരുന്നു. അപ്പോഴത്തേനും റോഡ് ഫുള്ള് ബ്ലോക്ക്. നമ്മൾ ഇതിനകത്ത് കേട്ടോട്ട് യാതൊരു കാര്യമില്ല. ഒരു മെമ്പർമാർ ഇതിനകത്തില്ല. പഞ്ചായത്തിന് മുമ്പ് ഇതിനകത്ത് മെമ്പർമാർ ആരും ഇല്ലണ്ണ. വണ്ടി നിറക്കി വിടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കിയാ നല്ലപോലെ കയറി പിടിച്ചിരിക്കാം. ഓന്ത നോക്കി ഒറ്റ തൊഴി വെച്ച് കൊടുക്കണം. കുട്ടിയാണെങ്കിലേ ഇങ്ങോട്ട് വരാൻ മതി. നമ്മുടെ ജാതി തന്നെ. അതെന്താ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അച്ഛൻ പോകുന്നതായത് അമ്മ കുട്ടി പിന്നെ ഓരോ ചന്തയ്ക്ക് ഒന്നെങ്കിൽ നീ കണ്ടു ഇല്ലെങ്കിൽ ചന്തയ്ക്ക് പോകുന്നത് എന്റെ പൊന്നു പെണ്ണ് നീ ഇവന്റെ തലേ കൈവച്ചേ കൈ വെക്കാൻ കുടിക്കില്ല എന്ന് പറ
ഇനി ഇവനെങ്ങാനും കുടിച്ച നിന്റെ തലയിലായിരിക്കും എഴുതി വീഴുക. ഓർത്തോ? എന്നാ മോളെ വഴക്കുണ്ടാക്കുന്നേ? എന്നാ ചൂലോ? ചൂളൊന്നും വേണ്ട. നേരത്തെ പട്ടി സിംബ ഭയങ്കര കുര. നാരായണി പറഞ്ഞു അമ്മേ പട്ടി വരയ്ക്കുന്നവർ നോക്കിക്കോ എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പട്ടി വരച്ചപ്പോഴായിരുന്നു ഒരു മൂർഖനെ കണ്ടേ. ഇപ്പം പട്ടി വരച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഇവനെ അങ്ങ് അഴിച്ച് വിടാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും ദേ ഒരു പാമ്പ് അങ്ങോട്ട് പോകുന്നു. എൻ്റെ പൊന്നെ, അത് എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. ചേരയാണോ മൂർഖനാണോ ഒന്നും അറിയത്തില്ല. അവൻ വിട്ടു പോകുന്നുണ്ട്. എൻ്റെ തിരിച്ച് അവിടെ എല്ലാം പോയി നോക്കിയിട്ട് അത് അതിൻ്റെ വഴിക്ക് പോയെന്ന് തോന്നുന്നു. ആ ഭാഗത്ത് വെച്ച് കണ്ട്. പിന്നെ അവനവിടെ എല്ലാം നോക്കിയൊന്ന് ചുറ്റിയിട്ട് ഇവിടെ വന്ന് ഫുഡടിക്കുകയാണ്. ഇവിടെ ഒരൊറ്റ ജീവികളെ അവന് ഇത് വെച്ചേക്കില്ല കേട്ടോ. അതിപ്പോൾ പാമ്പാണേലും പൂച്ചയാണേലും എലിയാണേലും എന്നാ സാധനമാണ്. ഇന്നലെ കുയിലിനെ അവരിട്ട് ഓടിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. എൻ്റെ പൊന്നെ എന്തിയാണത്? ഈ സമയമൊക്കെ ആകുമ്പോഴല്ലോ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ടൊക്കെ വരും. സിംബ എന്തി? ആ മണിക്കൂർ കഴിഞ്ഞു. പണ്ടത്തെ ഈ ബസ് വണ്ടിക്ക് പോലും അടുത്ത വണ്ടി കിട്ടുകയില്ല. ഈ വണ്ടികൾ ഉണ്ടാക്കി തരുമോ? ആരുണ്ടോന്നാ? പാമ്പൊക്കെ പാമ്പിൻ്റെ വഴിക്ക് പോയി. പൊക്കോ. അതാ ഈ പറഞ്ഞ് സന്ധ്യസമയത്ത് തിരകൊണ്ടൊന്നും ഇറങ്ങി നടക്കില്ലെന്ന്. ശാമ്പൂയ്ക്ക് പിന്നെ അങ്ങനെ നോട്ടമൊന്നുമില്ല. സിംഹ എന്തി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ അതിനെ പിടിച്ച് കടിച്ച് വലിച്ചു ഒരെണ്ണത്തിനെ പിടിച്ച്. അങ്ങോട്ട് ഇനി അതിനെ കടിച്ച് പിടിച്ച് വരുമോന്ന് ആർക്കറിയാം. എൻ്റെ എട്ടിൻ്റെ വണ്ടി കിട്ടില്ല. 350 കൊണ്ടകൂലി കൊടുക്കണം. എവിടെ നിയമമാണ്? അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് ഇല്ലാതെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് വണ്ടി വിടാനുള്ള കഴിവ് വേണം. അത് ഏത് പഞ്ചായത്താണത്? ആണിയാഴ്ച പോലുമായിട്ടില്ല. ഇത് എപ്പോൾ തീരാൻ? അത് പഞ്ചായത്തിൻ്റെ കുഴപ്പമാണ്. പഞ്ചായത്തിൻ്റെ ആ വകുപ്പാണെങ്കിൽ ഞാൻ ആരുമില്ലെങ്കിലോ വോട്ട് ചെയ്യണ്ടേ? നമുക്കോട്ട് വരയ്ക്കില്ല. അല്ല അത് ചോദിക്കാനുള്ള അവകാശം വേണം. ഞാൻ ചോദിക്കും എവിടെയാണെങ്കിലും. ഒന്നാമത്തെ കാര്യം ആരപ്പള്ളി കുറച്ച് അവിഞ്ഞ പോലീസുകാരുണ്ട്. ആര് പറഞ്ഞ കേൾക്കണമെന്ന് അവർക്ക് പോലും ആൾക്കാർ പറഞ്ഞ കേൾക്കണോ? മുഖ്യമന്ത്രി പറഞ്ഞ അഭ്യന്തര കേൾക്കണമെന്ന് അവർക്കറിയില്ല. അല്ല ഇത്രയും ബ്ലോക്കൊന്നും കേരളത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല. റോഡിനകത്ത് കുഴിച്ചിരിക്കും പറഞ്ഞു. വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നിങ്ങളുടെ കാര്യം നടക്കാം. ഇതെപ്പോൾ തുടങ്ങിയാണെന്ന് ഞാൻ ഈ വണ്ടി 1 മണിക്കൂറായി. അതിനൊരുത്തം തയ്ക്കുമോ? അതന്ന് വാർത്തപ്പഴേ ഇപ്പം 2 കിടങ്ങ് വെച്ചിട്ടുണ്ട്. ഇത്ര അത് റെഡിയാക്കിയിട്ടില്ല. അത് കണ്ടറിഞ്ഞിട്ട് മാറ്റിക്കുന്ന വണ്ടി ഇത് ഈ കപ്പക്കാനൊക്കെ വണ്ടി കയറി പോകുന്നില്ല. അതിലെ കയറി വരുന്നു. കോടികൾ മേടിച്ചിട്ടാന്ന് ഓർക്കണം. വേറെ കുഴപ്പമാണ്. ഇവിടെ നിന്ന് പോലീസ് വണ്ടി കൊണ്ടുപോയാലും എനിക്കൊരു കുഴപ്പം പറയാൻ പോയി. 5 മിനിറ്റ് വലിയ പുതിയിട്ട് വളയം കൊടുത്താൽ പൊണ്ണിന്റെ മനസ്സ് മാറില്ലെന്നാ അത്ര പറയുന്നു. എന്നാ പിന്നെ ഞാൻ കൂടെ മംഗലം കഴിക്കാൻ വേറെ പയ്യെന്ന് തത്തിയോട് ചോദിക്കണം. വളകളെ തുമ്പയുടെ കൈക്ക് നല്ല ചേർച്ച. ഇത്രയും ചന്തമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ കണ്ടൂല്ലേ?
കഴിക്ക്. ഭക്ഷണം കഴിക്കുമ്പോൾ കാലും വെച്ചോണ്ടിരിക്കരുത്. ഭക്ഷണത്തിനെ ബഹുമാനിക്കണം. അതുപോലാണോ? അവൾക്ക് അങ്ങനെ ഇരുന്നില്ല, അവള് താഴെ പോവും. കൊച്ചിന് അറിയാന്നല്ല ശംഭു, കാലങ്ങനെ വെച്ചിരുന്ന ഭക്ഷണം കഴിക്കല്ലേ. ക്ലാസ്സിലെ പോലത്തെ വീടോ? ഏത് ഈ വീട്? ക്ലാസ്സിലെ പോലെ വീടാണോ? അവള് ബാലൻസിന് വേണ്ടി ഇരിക്കുന്ന നീ കളയാ കഴിച്ചേ. എന്റെ മോൻ അത്തരം ബുദ്ധികളൊന്നും കാണില്ല. വിശ്വാസം കുറവാണ്, പുറകോടി അറിയാം, മുന്നോട്ട് ആടി വീഴല്ലേ. വീട്ടിൽ വെള്ളത്തിൻ്റെ കാര്യം ഭയങ്കര സീനാണ്. അപ്പം നമ്മൾ വെള്ളം എടുക്കാമെന്നുള്ളതെല്ലാം സെറ്റൊക്കെ പൈസ ഒക്കെ ഉണ്ടല്ലോ, പണിക്ക് പോയി പൈസയൊക്കെ ആകുമ്പോഴത്തേനും വെള്ളം എടുക്കാമെന്ന് വെച്ച് ഇപ്പോൾ ചോദിച്ചപ്പോഴത്തേനും അവർ വെള്ളം ഇപ്പോൾ കുറവായതുകൊണ്ട് വേറെ പുതുതായിട്ട് കൊടുക്കുന്നില്ലെന്ന് പറയുന്നു. എന്നാ ചെയ്യാനാ? പിന്നെ മെമ്പറെ പറഞ്ഞിട്ടുണ്ട് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നോക്കട്ടെന്നൊക്കെ പറഞ്ഞു. ഇന്നലെ അവർ കണ്ടത്. അപ്പോൾ അതെന്താണെന്ന് അറിയത്തില്ല. വെള്ളം ഓരോ ദിവസവും തീർന്നുകൊണ്ടിരിക്കുക. എടാ അത് ചേട്ടായാടാ. ചേട്ടാ വന്നാലും നീ കുരയ്ക്കുവോ? ആര് വന്നാലും കുരയ്ക്കുവോ? പഴുതാ അവിടെ തീർന്നത് ഇല്ല. എടുത്തേ ഉടുപ്പ് തത്തിക്ക, ഉടുപ്പ് താത്തേ അതെടുത്തേ. കളിപ്പാടത്ത് വലിച്ചെറിഞ്ഞിട്ട് ഊരിക്കളയുന്നത്. എനിക്ക് ശരി വരുന്നുണ്ട് പോയാ. ഇതൊക്കെ തരുന്ന അപ്പയുടെ സാധനങ്ങളാണ് ഈ തരുന്നത്. അല്ല പിള്ളേർ അല്ല, അതല്ല പറയട്ടെ മൊത്തം പറയട്ടെ, വലിയ ആളുകൾക്കല്ലേ. ആ ഉടുപ്പിടാ വരുന്നേ. അവള് തിരിച്ചിട്ട് കൊടുത്തേ. ബാബു ഒരു ഉടുപ്പെടുത്ത് തിരിച്ചിട്ട് കൊടുത്തേ.